പ്രസംഗിക്കുന്നത് ഈ വർഷം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ആദ്യ ഭാഗമാണ്. സോ ലിസൺ ടു മീ വെരി കെയർഫുള്ളി. എൻ്റെ കൂടെ ഉണ്ടോ ഒരു നല്ല ആമീൻ പറയാവോ? ന്യൂ ഇയർ എന്നൊരു ദിവസത്തിന് വലിയ പ്രത്യേകതകളും എല്ലാം ഉണ്ടോ? ഒരു പ്രത്യേകതയില്ലെന്ന് എനിക്ക് തോന്നി. മറ്റൊരു ദിവസത്തെ പോലെ തന്നെയാണ് 31-ാം തീയതി. എന്നാൽ എന്തുകൊണ്ട് ന്യൂ ഇയർ എന്നൊരു ദിവസം നമുക്ക് ആഘോഷമായി മാറ്റാൻ കഴിയും? എന്തുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നു? ഒന്നാമത്തെ കാര്യം, ആ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചതിനെ ഒന്ന് വിലയിരുത്താനായി പറ്റുന്ന ഏറ്റവും നല്ല സമയം. ആരാണ് വിലയിരുത്തേണ്ടവർ? അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് ചോദിച്ച്, ആരാണ് വിലയിരുത്തേണ്ട ആൾ? എല്ലാവരും വിലയിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരിൽ പലരും പറയാൻ പരാജയപ്പെട്ടു, സങ്കടമായിരുന്നു, കർത്താവേ എന്നെ അടുത്ത വർഷം രക്ഷിക്കണേ. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. കർത്താവേ കഴിഞ്ഞ വർഷം മുഴുവൻ തകർച്ചയായിരുന്നു, ഈ വർഷമെങ്കിലും എന്നെ കൈപിടിച്ചോണേ എന്ന് പറയുന്നവരെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ ദിവസങ്ങളിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് സ്വപ്നം കാണുന്ന ചിലരെങ്കിലും ഉണ്ട്. അവരുടെ പുറകോട്ടുള്ള പിന്തിരിഞ്ഞു നോക്കം, ഞാൻ അവിടെ എത്തിയോ, എനിക്ക് അവിടെ എത്താൻ പറ്റിയോ, എൻ്റെ സ്ഥിതി ഇപ്പോൾ എവിടെയാണ് എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മുടെ ചർച്ചിലെ ഡയറി നിർബന്ധമായി നിങ്ങൾ വാങ്ങണം. ഞാൻ ആ ഡയറി വിൽക്കുന്നത് അതിൻ്റെ കോസ്റ്റിനാണ്, അതിൻ്റെ വിലയ്ക്കാണ് കൊടുക്കുന്നത്. എൻ്റെ കാരണം എന്ന് പറയുന്നത്, ആ ഡയറി ഒരു എക്സസൈസ് ബുക്കാണ് എനിക്ക്. എന്ന് പറഞ്ഞാൽ ഡയറിയുടെ ഏറ്റവും ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം വിഷൻസ്, ഡ്രീംസ്. ഈ വർഷം ഡയറിയുടെ മുകളിൽ നിങ്ങൾ എഴുതിയ വിഷൻസും ഡ്രീംസും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലതാണ്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ, ഒരു ശബ്ദകീർത്തി ഹാലോലിയ പറഞ്ഞാട്ടെ. ആ ഡ്രീംസ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. സ്വപ്നങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും എഴുതണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അതിനാ വാസ്തവത്തിൽ ഓരോ ന്യൂ ഇയറിൻ്റെ ഫംഗ്ഷനും നമ്മൾ മാറ്റിവെക്കേണ്ടത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. വേറെ ആളോട് പറ, നിങ്ങളുടെ വിഷനുകളെ നിങ്ങൾ മിഷനാക്കി മാറ്റണം. അതിനെ എന്ത് ചെയ്ത് അവിടെ എത്താൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓരോ മാസവും ഓരോ ദിവസവും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്യണം. 12 മാസം നിങ്ങൾക്കുണ്ട്. ഈ 12 മാസം കഴിഞ്ഞിട്ട് 31-ാം തീയതി വന്നിട്ട് അയ്യോ ദൈവമേ പോയെന്ന് പറയുന്നവരാകുന്നവരാകല്ലേ. പകരം ആ ദിവസം മുതൽ എനിക്ക് ഇന്ന ദിവസം എത്തുമ്പോഴേക്കും മുമ്പ് എനിക്ക് ഇവിടെ എത്തണമെന്ന് സ്വപ്നം കാണുന്നവർക്കാണ് ന്യൂ ഇയറിനെ ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഇന്നലെ വരെ അങ്ങനെയല്ല എങ്കിൽ ഡോണ്ട് വറി, ഇന്ന് നിങ്ങൾ അങ്ങനെ ആയാട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവന്നാട്ടെ. നിങ്ങളുടെ ജീവിതം ചിട്ടവെട്ടപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു സൗകര്യമാണ് ഞാൻ ഡയറിയിലൂടെ തന്നത്. നിങ്ങളൊരു വാക്യം അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എടുത്ത് കോളത്തിൽ എഴുതണം. നിങ്ങൾ 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളല്ല. പക്ഷേ ഞാൻ 4 ദിവസം ഒരു വാക്യം എഴുതാൻ പറഞ്ഞതിൻ്റെ കാരണം, 4 ദിവസം നിങ്ങൾ എടുത്തെഴുതിയാൽ ആ വാക്യം നിങ്ങൾ ബൈ ഹാർട്ടാകും. ഒരു വർഷം നിങ്ങളൊരു 150 വാക്യം പരിചയപ്പെടും. 150 വാക്യം നിങ്ങൾ പഠിച്ചാൽ മതി. 10 വാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ നോക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ തുടങ്ങും. ഓരോ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതിന് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കണം. പ്രാർത്ഥനയോടൊരു പ്ലാൻ ഉണ്ടാക്കണം. എന്നിട്ട് ഓരോ മാസത്തിലേക്ക് ഞാൻ അവിടെ എന്ത് കയറുന്നു എന്ന് വിലയിരുത്തണം. കാരണം 10,000ങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം എന്നെ ചോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഐ ആം നോട്ട് എ ഓർഡിനറി പേഴ്സൺ, I am an extraordinary. Come on, say. നിങ്ങൾ ആരും സാധാരണക്കാരല്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുക. ഒന്ന് പറഞ്ഞേ, ഞാനൊരു സാധാരണ മനുഷ്യനല്ല. പറ, നിങ്ങളുടെ എന്റെയും അകത്ത് ഉള്ള ബോധം, ഞാനൊരു സാധാരണക്കാരൻ. ഞാനൊരു അടുത്തിരിക്കുന്ന ഒരു വേദനയാവുന്ന രീതിയിൽ ആ തോളിലൊന്ന് തട്ട് കെട്ടിയിട്ട് പറ, നീ ഒരു സാധാരണക്കാരനല്ല, ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി തെരഞ്ഞെടുത്തവൻ. ദൈവം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി തെരഞ്ഞെടുത്തയാൾ. Do you think you are a normal man? ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു വലിയ ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നത് തന്നെ അസാധാരണത്വമാണ്. So I am chosen, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടയാള്. ആരാ? നിങ്ങൾ ചോദിച്ചേ, ഞാനൊരു പട്ടിക്കുട്ടിയെ തിരഞ്ഞെടുത്തപ്പോൾ കാര്യം നിങ്ങളോട് പറഞ്ഞു. ആ പട്ടിക്കുട്ടി 5 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം പ്രസവിച്ചത് ഏതാ, ഹെൽത്തി ഏതാ, ഓടുമ്പോൾ കറക്റ്റ് കാലുകൾ വെക്കുന്നത്, ഇതൊക്കെ ഞാൻ നോക്കിയേ. അതിൻ്റെ പല്ലെങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ കണ്ണെങ്ങനെയാണ് ഇരിക്കുന്നത്, ചെവി മടങ്ങിയാണോ ഇരിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ നോക്കിയേ.
പക്ഷെ സ്വർഗം നോക്കിയത് നിങ്ങൾ എവിടെ എത്താൻ പറ്റും, നിങ്ങളെ എവിടെ എത്തിക്കാൻ സ്വർഗത്തിന് കഴിയുമെന്നാണ് സ്വർഗം ചിന്തിച്ചത്. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കൂ. Come on, say hallelujah. ദൈവത്തിന്റെ ചിന്ത എന്താണോ നിങ്ങളെ കുറിച്ചുള്ളത് അതുപോലെ ചിന്തിക്കൂ. You are special. You are special. You are special. നീ ഒരു സാധാരണ വ്യക്തിയല്ല. You are not an ordinary person. You are a chosen vessel. ദൈവം തന്റെ അന്തികാല പ്രൊജക്റ്റിന് വേണ്ടി മുൻപിൽ വെച്ചിട്ടുള്ളയാൾ. Come on, say hallelujah. നിങ്ങൾക്കറിയാവോ, ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. ഈ ലോകം അവസാനിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിന്റെ പ്ലാൻ ഈ ഭൂമിയിൽ സക്സസോടെ നിവർത്തിക്കുവാൻ ചോസൻ ചെയ്തയാൾ. Ordinary. Maybe you feel because you are born in an ordinary family, maybe you feel you are born in a ordinary place, but you are a chosen vessel. You are not a normal person. You are an extraordinary. I am extraordinary. Come on, hallelujah. Hallelujah. And you are attending an extraordinary church. ഈ പുസ്തകം എന്നെ ആദികാലങ്ങളിൽ മനസ്സിലാക്കി തന്നത് വിശുദ്ധിയും നിത്യജീവനും ഒക്കെയാ. അതൊക്കെ ശരിയായ കാര്യങ്ങളാണ്. പക്ഷെ ഈ പുസ്തകം ഞാൻ ഇപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ ആരാണ്. Who I am. Why I am here. ഞാൻ എന്തിനാ ഇവിടെ ആയിരിക്കുന്നത്? അതാണ് ഈ പുസ്തകം എനിക്കിപ്പോൾ മനസ്സിലാക്കി തരുന്നത്. അല്ല, സ്വർഗം മാത്രമല്ല, ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാ ഇവിടെ ആയിരിക്കുന്നതെന്നും ഞാൻ എന്ത് ചെയ്തെടുക്കേണ്ട ആളാണെന്നും ഞാൻ ഇന്ന് ഈ പുസ്തകമാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇതിൽ കൈയടിക്കുന്ന എത്ര പേര് ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അവർ ഡിസൈൻ ചെയ്യണം, പ്ലാൻ ചെയ്യണം. അടുത്ത മാസം ഞാൻ എവിടെ ആയിരിക്കണമെന്ന് ഡിസൈൻ ചെയ്യണം. ആരോ ഒരാളിനോട് ചോദിച്ചു, ബ്രദറെ, ഈ വർഷത്തെ പ്രോമിസ് വേർഡ് എന്താണ്? ഈ വർഷത്തെ പ്രോമിസ് വേർഡ്, ദിസ് ഇസ് ദ ഇയർ ഓഫ് ഡിവൈൻ പ്രസൻസ് ആൻഡ് ദ പീസ്. പീസ് എന്ന വാക്കിനെ എനിക്ക് ഷാലോം എന്ന വാക്ക് ദൈവം തന്നെ, പക്ഷെ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പീസ് എന്ന് എഴുതിയത്. പക്ഷെ നിങ്ങൾക്കറിയാവോ, നിങ്ങളെന്താ എൻ്റെ ഈ വർഷത്തെ പ്രൊഫറ്റിക് വേർഡ് എന്താന്ന് ചിന്തിക്കുന്നത്? ഈ പുസ്തകത്തിലുള്ള എല്ലാ വചനവും എനിക്ക് ആമേനാണ്. അതിൽ ഒരു വാക്യം എടുത്തിട്ട് അതാണ് നിങ്ങളുടെ പ്രവചനം അല്ലെങ്കിൽ ഈ വർഷത്തെ ദൂത് എന്ന് പറയാൻ എനിക്ക് നാണക്കേടില്ലേ? ഈ പുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും എന്നോടുള്ള ദൂതാണ്. That is for me. Come on, say hallelujah. Say hallelujah. Something supernatural is going to happen in your life in this year. Supernaturals. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഞാൻ തൊട്ടാൽ ഒന്നുപോലും നടക്കാതിരിക്കില്ല. ഞാൻ തൊട്ടാൽ ഒന്നുപോലും നടക്കാതിരിക്കില്ല. ഞാനൊരു വിജയ ശ്രീലാളിതനാണ്. ഞാനൊരു വിജയ ശ്രീലാളിതനാണ്. കൂടുണ്ടൊരുവൻ, കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. ഓ, കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. അടുത്തിരിക്കുന്നവരോട് പറ, ഓ, കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. കൂടുണ്ടൊരുവൻ, അവൻ പേര് യേശു. നോക്ക, ഈ പുസ്തകത്തിലുള്ള ഏതോ ഒരു വാക്യം എടുത്ത് നിങ്ങൾക്ക് പ്രോമിസ് ആയിട്ട് എനിക്ക് തരാം. പക്ഷേ that is wrong. ഈ പുസ്തകത്തിലെ എല്ലാ വാക്യവും ക്രിസ്തു യേശുവിൽ എനിക്ക് ആമേനാണ്. ആമേനാണ്. എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ ആമേനാണ്. എന്നാൽ എന്തുകൊണ്ടാ ചില പ്രോമിസുകൾ പറയുന്നേ? ഈ സീസണിൽ ദൈവം ചിലത് ചെയ്തെടുക്കാൻ പോകുന്നു. That is a promise.
ഈ പുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും നിന്നോട് ആമേനാണ്. But in this season, God is going to do something differently. That is called promise of God. Are you listening to me? ദൈവം ഈ സീസണിൽ ചെയ്യാൻ പോകുന്നത്, ദൈവം തൻ്റെ ജനത്തെ തന്നോട് അടുപ്പിക്കാൻ പോകുന്നു. God make you closer. ദൈവം നിങ്ങളോട് അവനോട് അടുപ്പിക്കാൻ പോകുന്നു. You are going to see the closeness. നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഇന്റിമസിയിൽ ആഴമുണ്ടാകാൻ പോകുന്നു. Do you believe that? അടുത്തിരിക്കുന്നവരോട് പറ, അടുത്തിരിക്കുന്ന ആളൊന്ന് ഹഗ് ചെയ്തിട്ട് പറ, ദൈവമായിട്ടുള്ള ഇന്റിമസിയുടെ ആഴം വർദ്ധിക്കാൻ പോകുന്നു. ദൈവമായിട്ടുള്ള ഇന്റിമസിയിൽ ആഴം വർദ്ധിക്കുമ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ പറയും, God loves us. God loves us. ദൈവത്തെ സ്നേഹിക്കുന്നവർ എഴുന്നേൽക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ എഴുന്നേൽക്കുന്നു. കുറച്ചും കൂടെ വ്യത്യാസമായി പറയാം, പ്രസൻസ് ലവേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യമായി നടക്കാൻ കൊതിക്കുന്ന ഒരാൾ. ഞാൻ ഒന്നും കൂടെ വാചകം പറയട്ടെ. ദിസ് ഇസ് എ പ്രോമിസ് വേർഡ്. ദൈവ സാന്നിധ്യവുമായി നടക്കാൻ കൊതിക്കുന്നവർ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. സാന്നിധ്യവുമായി നടക്കുന്നവർ, ദൈവ സാന്നിധ്യമായി നടക്കാൻ കൊതിക്കുന്നവർ. എൻ്റെ മോളോ മോനോ ഇവിടുന്ന് വിദേശത്തേക്ക്, രണ്ടുപേരും വിദേശത്ത് പോയാൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പഠിക്കാൻ പോയാൽ ഞാൻ പറയും, സോളി എനിക്ക് കൂട്ടുണ്ട്. സോളി എന്നോട് പറയും, എനിക്ക് അവള് കൂട്ടുണ്ട്. എൻ്റെ മമ്മി കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്, എൻ്റെ മോൻ എനിക്ക് കൂട്ടുണ്ട്. മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നത്, എനിക്ക് മമ്മിക്ക് കൂട്ടുണ്ട്. അതിനു മുമ്പ് എൻ്റെ പപ്പ പറഞ്ഞിരുന്നു അതായിരുന്നു. പക്ഷെ അവരെല്ലാം പോയി, ഓരോരുത്തരും ഓരോരുടെ നിരയിലാണ്. Are you sad? പക്ഷെ നിങ്ങൾക്കറിയോ, ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരുവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുക. എൻ്റെ സോളി പോകും, ഞാൻ പോകും, എൻ്റെ കുഞ്ഞുങ്ങൾ പോകും, എൻ്റെ അപ്പൻ പോകും, അമ്മ പോകും. But he will never leave you, forsake you. So വിട്ടുപിരിയുന്നവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, വിട്ടുപിരിയാത്ത സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ എത്ര പേര് കൊടുക്കുന്നുണ്ട്? Are you listening to me? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, വിട്ടുപിരിയുന്നവർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, വിട്ടുപിരിയാത്ത സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ എത്ര പേര് കൊടുക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന രണ്ടുപേരോടെങ്കിലും ചോദിക്കേ, വിട്ടുപിരിയുന്ന ആളുകളോട് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. വിട്ടുപിരിയാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത, ഇവിടുന്ന് പോയാലും ആരെയും എനിക്ക് കൂട്ടുപോകാൻ ഒക്കത്തില്ല, കൂട്ടിന് കൂടെ വരാൻ ഒരുവനുണ്ട്. That is the presence of God. If you love the presence, you can experience here the presence. Not only here, in the eternity you can experience the presence. It's everlasting. It never let go from your life. It is always live with you. കൈയടിച്ചൊരു ആമേൻ പറ, ചേർന്നൊരു ആമേൻ പറ. സോ അടുത്തിരിക്കുന്ന ഒരാളോട് വാക്ക് പറഞ്ഞിട്ട് ഇരുന്നാട്ടെ, പ്രയോറിറ്റി ഫോർ ദ പ്രസൻസ്. ഞാൻ ഈ വർഷം എനിക്ക് ഇരിക്കാം, ഞാൻ മെസ്സേജിലേക്ക് വരുവാ. മെസ്സേജ് ഇത്ര നേരം പറഞ്ഞത് ചില പാവങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണത്തില്ല. പക്ഷെ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വെള്ളം ചേർത്ത് കഥ മാത്രമായി പോയും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് എന്നോട് ഈ വർഷം ലൂക്കോസ് ശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ സംഭവ കഥ വായിക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ മാർത്തയും മറിയയാണോ ഞാൻ പ്രസംഗിക്കേണ്ടത് എന്ന് എനിക്ക് ഒന്ന് തോന്നിപ്പോയി.
കാരണം സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ട് തുടങ്ങിയ കഥയാണ് ഒരു ന്യൂ ഇയറിന് പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രയാസം എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ മെല്ലെ വായിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, സൺഡേ സ്കൂളിലെ കാര്യമല്ല സ്വർഗത്തിന് പറയാനുള്ളത്, മച്ചുവേർഡായിരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് കർത്താവിന് പറയാനുള്ളത്. Let's read Luke chapter 10 verse 38 onwards. പിന്നെ അവർ യാത്ര പോകുകയിൽ ഒരു ഗ്രാമത്തിലെത്തി മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അടുത്തിരിക്കുന്നവരോട് പറ, മാർത്ത. മാർത്ത എന്ത് ചെയ്തു എന്ന് പറയുന്നേ? മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. Who is Jesus? എബ്രായ ലേഖകൻ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ തേജസ്സാണ്, തേജസ്സിൻ്റെ പ്രഭയാണ്. യോഹന്നാൻ പറഞ്ഞത് അവൻ വചനമാണ്, അവൻ വചനമായി ജഡം ധരിച്ചവനാണ്. God designed the word like a man, that is called Jesus Christ. ദൈവത്തിന്റെ വചനത്തെ ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതാണ് യേശു എന്ന് പറയുന്നത്. Are you following? കൊളോഷ്യൻസ് പറയുന്നത് ഇങ്ങനെയാണ്, കുറച്ചും കൂടെ മനോഹരവോ. അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയുണ്ട് എന്ന് പറഞ്ഞാൽ he is not representing God, he is God. അവനൊരു ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, അവൻ ദൈവമാണ്. That means when Martha invite Jesus into her home, she invite the presence of God into her home. നിങ്ങളും ഞാനും യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ക്ഷണിച്ചത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായവൻ, ദൈവമായവൻ, അവൻ്റെ സാന്നിധ്യത്തെയാണ് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. Are you listening? പക്ഷേ നിങ്ങൾ അടുത്ത വാചകത്തിൻ്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ. വിളിച്ചു കൊണ്ടുവന്ന പേര് മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് മാർത്തയെക്കുറിച്ച് പറയാതെ വേറൊരാളെ ലൂക്കോസ് പ്രസന്റ് ചെയ്യുകയാണ്. ആരെയെ പ്രസന്റ് ചെയ്യുന്നു നോക്കിക്കേ. അവൾക്ക് മറിയ എന്ന് പറയുന്ന ഒരു സഹോദരി, ആരെങ്കിലും വായിക്കണേ. മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവൾ കർത്താവിന്റെ കാൽ എന്ന് നോക്കിക്കേ. ഇൻവൈറ്റ് ചെയ്തത് മാർത്തയാണ്, പക്ഷെ പ്രസൻസിൽ ഇരുന്നത് മറിയയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ദൈവത്തെ വീട്ടിൽ കൊണ്ടുവന്നത് മാർത്തയാണ്, സാന്നിധ്യത്തെ വീട്ടിൽ കൊണ്ടുവന്നത് മാർത്തയാണ്, പക്ഷേ മറിയയാണ് ആ സാന്നിധ്യത്തെ എൻജോയ് ചെയ്തത്. ചോദ്യം നിങ്ങളോട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തെ കൊണ്ടുചെന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ലിസൺ ടു മീ, യേശുവിനെ ആരെങ്കിലും ദൈവമായി അംഗീകരിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ആ സാന്നിധ്യവുമായിട്ടാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്. When you reach your home, what's your priority? വീട്ടിലെത്തിയപ്പോ മാർത്തയുടെ പ്രയോറിറ്റി മാറി. മാർത്തയുടെ പ്രയോറിറ്റി വീട്ടിലുള്ള കാര്യങ്ങളായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്താ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താ? മാർത്തയോട് മറിയോട് മാറി ചോദിച്ചാൽ പറയും, മാർത്ത പറയും, ഞാൻ എൻ്റെ വീട്ടിലെ ജോലിക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ മറിയ പറയും, ജോലിക്കല്ല പ്രാധാന്യം കൊടുത്തത്, സാന്നിധ്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. സാന്നിധ്യത്തെ, യേശുവിനെ കൂടാതെയുള്ള ജോലി പാപമാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യേശുവിനെ കൂടാത്ത ജോലി. കാരണം യേശു പറഞ്ഞത് കണ്ടോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാറ്റ് മീൻസ് അവനെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറിയോട് ചോദിച്ചാൽ അവൾ പറയും, ഐ ആം വിത്ത് ഹിസ് പ്രസൻസ്. മാർത്ത പറയും, ഇല്ല, അവനെ ഞാൻ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ജോലിക്കാണ് പ്രയോറിറ്റി. നിന്റെ വീട്ടിൽ യേശുവിനെ ഏത് സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്?
നിന്റെ വീട്ടിലെ സ്ഥാനം, യേശുവിൻ്റെ സ്ഥാനം എന്താണ്? നീയും യേശുമായിട്ടുള്ള റിലേഷൻ നിന്റെ വീട്ടിൽ എങ്ങനെയാണ്? അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചേ, നിന്റെ വീട്ടിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കൈ അടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്, എന്ത് തൊട്ടാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊടാതെ തന്നെ തിരുമ്മി ചാടുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളും കർത്താവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? യേശുവിനെ ഒരു കോർണറിൽ നിങ്ങൾ കോർണർ ചെയ്തോ, അതോ ഹോൾ വീടിന്റെ കൺട്രോൾ എൻ്റെ യേശുവിന് കൊടുത്തോ? Come on, tell me. ഞാൻ ഈ ലേഖകനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലൂക്കോസ് എന്നാണ്. ലൂക്കോസ് ഒരു ഡോക്ടറാണ്. വേറെ ആരും ഈ സംഭവം എഴുതിയില്ല, വേറൊരു സുവിശേഷത്തിലുമില്ല. പക്ഷെ ഈ ഡോക്ടർ എന്താ യേശുവിൻ്റെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നടന്ന കഥ എഴുതിയിരിക്കുന്നത്? അതിനെന്തോ കാര്യമുണ്ട്. ഡോക്ടറിനെ തൻ്റെ ബുദ്ധിക്കപ്പുറമായി എന്തോ ഒന്ന് ആ കഥയിൽ, ആ സംഭവത്തിൽ തന്നെ പഠിപ്പിച്ചതായ ഒരു അനുഭവം ഉണ്ട്. ഡോക്ടർ വിവരമില്ലാത്ത ആളല്ല, മറ്റു സുവിശേഷകരെക്കാളെല്ലാം വിവരമുള്ള ആളാണ് ലൂക്കോസ്. ഡോക്ടറാണ്, വൈദ്യനാണ്. പക്ഷേ വൈദ്യനായ ആ മനുഷ്യന് ഒരു കാര്യം മനസ്സിലായി. ഈ ഇൻസിഡന്റിൽ ചിലത് അവനോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. യേശു മർത്തയോട് പറഞ്ഞൊരു വാചകം 42, ആ വാചകം ഒന്ന് വായിക്കാം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. നിങ്ങൾ മലയാളത്തിൽ വായിച്ചാൽ അതൊരു സങ്കടം പോലെ തോന്നിപ്പോവും. അർത്ഥം കുറച്ച് ശരിയാണെങ്കിലും ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ബട്ട് ഓൺലി വൺ തിങ് ഈസ് നെസസറി. Only one thing is necessary. അല്പമേ വേണ്ടൂ. ആ വാചകം വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. പക്ഷെ എഴുതിയിരിക്കുക, മർത്തയോട് കർത്താവ് പറയുക, മർത്തേ, ഈ ലോകത്തിൽ ഒന്നും വേണ്ട മർത്തേ, ഒന്നു മതി, ഒരേ ഒരു കാര്യം മതി, എൻ്റെ സാന്നിധ്യം മതി, എന്നോട് കൂടെ ഇരിക്കുന്നത് മതി. Only one thing you need. Nothing else. സോളി ഒരു ഗ്ലാസ് വെള്ളം തരാമോ? വേഗത്തിൽ ഷാഡാനിയാന്തലബ. ഈ ഒരു ആക്ഷന് വേണ്ടിയാണ്. only one thing you need. അടുത്തിരിക്കുന്നവരോട് പറ, nothing else. അടുത്തിരിക്കുന്നവരോട് പറ, only one thing is necessary. That means on who invite Jesus, she acted differently. അവളാണ് യേശുവിനെ വിളിച്ചത്, പക്ഷേ നെസസറി ആയതിനെ അവൾ ഉപേക്ഷിച്ചു. അവൾ വിളിച്ചതിൽ നെസസറി ആയതിനെ അവൾ ഉപേക്ഷിച്ചു. അവിടെ നിൽക്കാവോ സോളി? ഞാൻ യേശു എന്ന് വിചാരിക്കേ. Are you listening to me? എനിക്ക് സോളി വെള്ളം അങ്ങതാ. വണ്ടർഫുൾ ജീസസ്. ഇത് ഞാൻ യേശു എന്ന് വിചാരിക്കേ. സോളിക്ക് എനിക്ക് ഈ വെള്ളം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ she is not closer to me. Are you listening to me? എനിക്ക് അവൾക്കത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സോളി എൻ്റെ കൈ അകലത്തിലല്ല, വേറോടാണ്. നിങ്ങളും ഞാനും അവൻ്റെ കൈ അകലത്തിലാണോ? Are you closer to him? നീയും അവനും ക്ലോസർ ആകുമ്പോൾ ദൈവത്തിന് എന്തു വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Why you are facing lacking? It is so simple. You are not closer to him. ഒന്ന് കൈയടിക്ക്, ഒരു ആമേൻ പറ. മർത്തേ, ആരാണ് എൻ്റെ യേശു നിനക്കറിയാവോ? അവള് പറയുന്ന 5000 പുരുഷന്മാരെ 5 അപ്പത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കി 12 കൊട്ട ശേഖരിച്ചവൻ. അവൻ ഈ വീട്ടിലെ സകല നിയന്ത്രണവും കൊടുത്താൽ അവിടെ ഉള്ളത് വർദ്ധിക്കുകയില്ലേ? Are you listening to me? മാർത്തേ, നീ അവനെ ആ വീട്ടിലെ കൺട്രോൾ കൊടുത്തിരുന്നുവെങ്കിൽ നിന്റെ അപ്പം വർദ്ധിച്ചേനില്ലേ?
നീ അവനുമായി ക്ലോസ് ആയിരുന്നുവെങ്കിൽ, എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ, നീ എന്നോട് ക്ലോസ് ആയിരുന്നുവെങ്കിൽ എന്റെ കൈകളിൽ ഉള്ളത് മുഴുവൻ എനിക്ക് തരാൻ വല്ല പാടുണ്ടോ? You miss so many blessings from God because you are not closer to Him. Landoroni andalakaba. ഒന്നും കൂടെ ഞാൻ പറയാം. You lose so many blessings because you are not closer. You know Him. You know He is a source of blessing, but you are not closer to Him. നിനക്കറിയാം അവനാണ് അനുഗ്രഹത്തിന്റെ സോഴ്സ്, അവനാണ് അനുഗ്രഹം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ അനുഗ്രഹവുമായി അടുത്ത ബന്ധത്തിലല്ല. ഈ പകൽ ഈ ന്യൂ ഇയറിന്റെ മെസ്സേജ് പറയുക, ആരാണോ അവനുമായി ക്ലോസറിലേക്ക് വരുന്നത്, they will enjoy the blessings of the Lord. നീ എന്താ ദാരിദ്ര്യം അനുഭവിക്കുന്നേ? നീ എന്താ കഷ്ടതയിൽ തുടരുന്നേ? നീ എന്താ പ്രതിസന്ധിയിൽ കഴിയുന്നേ? കർത്താവിനെ അറിയാഞ്ഞതുകൊണ്ടല്ല. യു ആർ നോട്ട് ക്ലോസ് വിത്ത് ഹിം. ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കാം. വിളമ്പാൻ ഒരു വേറൊരു പാത്രം തന്നെ, ഇത് ഹാൻഡിൽ ചെയ്യാൻ പാട്. ആ ബക്കറ്റ് ഇങ്ങെടുക്ക, ഓടിവാ ഗെറ്റ് റെഡി, ഇത് വന്ന് പിടിക്കേ. ശിഷ്യന്മാരോട് ചോദിക്കാം, കർത്താവേ നീ എന്താ ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പാൻ പാത്രം കൊടുത്തത്? കർത്താവ് പറയും, they are close to me, so I can give responsibility to their hands. നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ എന്റെ അപ്പന് പറ്റത്തില്ല, നീ അവനുമായി അടുപ്പത്തിലല്ലെങ്കിൽ. ന്യൂ ഇയറിന് പ്രസംഗിക്കാൻ പറ്റാത്ത സങ്കടം എനിക്കുണ്ട്. പക്ഷേ ഐ എം നൗ ഡെലിവറിങ് മൈ മെസ്സേജ്. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറയാവോ? ശിഷ്യന്മാരോട് ചോദിക്കാം, ശിഷ്യന്മാരെ നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ പാത്രം നീ യേശു കൊടുത്തുള്ളല്ലോ. അവർ പറയും യെസ്. വൈ? ആ പാത്രം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവനുമായി അടുത്തിരിക്കണം. വർദ്ധിക്കുന്ന, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുക, വർദ്ധിക്കുന്ന പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ചിലരെ ദൈവം വിളിക്കുകയാണ്. This is a prophetic word for this year. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. തനിയെ വർദ്ധിക്കുന്ന പാത്രങ്ങളായി മാറ്റുവാൻ ചിലരെ ദൈവം വിളിക്കുകയാണ്. വർദ്ധിക്കുന്ന പാത്രങ്ങളായി നടക്കാൻ ചിലരെ ദൈവം വിളിക്കുകയാണ്. വിളമ്പുന്ന പാത്രങ്ങളായി തീരുവാൻ ചിലരെ വിളിക്കുകയാണ്. ശിഷ്യന്മാരാണ് അനേകർക്ക് വിളമ്പിയത്. നിങ്ങളിൽ ചിലരെ ആ വിളമ്പുന്നത് കഴിക്കാൻ വന്നിരിക്കുന്നവരാ. അവരുടെ കാര്യം പോട്ടെ, എന്നാൽ ആരാണോ അടുത്ത് നിൽക്കുന്നത് അവരെ വിളമ്പാൻ യേശു ഉപയോഗിക്കാൻ പോവാ. കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ചേ. വിളമ്പുന്നവരെ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മാർക്കോസ് 3:13, അവന്റെ കൂടിരിക്കാൻ. പ്രസംഗിക്കാനല്ല യേശു വിളിച്ചത്. ഫസ്റ്റ് പ്രയോറിറ്റി be with him. അവന്റെ കൂടെ ഇരിക്കാൻ. അവന്റെ കൂടെ ഇരിക്കുന്നവർ ആഴമേറിയ കാര്യമാ. അവനിൽ നിന്ന് പേഴ്സണൽ രഹസ്യങ്ങൾ കേൾക്കാം. അവന്റെ കൂടെ ഇരിക്കുന്നവർ എങ്ങനെയാണ് അപ്പം വർദ്ധിക്കുന്നതെന്ന് സീക്രട്ട് അറിയാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള സീക്രട്ട് പിടികിട്ടും. യേശുവിന്റെ രഹസ്യങ്ങളെ ശ്രദ്ധിക്കൂ, യേശുവിന്റെ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ചിലരെ തൻ്റെ കൂടെ അടുപ്പിക്കുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിലുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അതിലേക്ക് വരാനുണ്ടോ?
അവന്റെ രഹസ്യത്തിന്റെ കലവറകൾ എല്ലാവർക്കും കർത്താവ് പറഞ്ഞില്ല. പന്നികളുടെ മുമ്പിൽ മുത്തിടത്തില്ല കർത്താവ്. ശിഷ്യന്മാർ മാത്രമുള്ളപ്പോഴാ കർത്താവ് രഹസ്യങ്ങളെ അഴിച്ചത്. Those who are close to him, he revealed to them. He revealed to them. അവർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തു. ചിലരെ ദൈവം വിളിക്കുന്ന സ്ഥലം മനസ്സിലായോ? അവിടേക്ക് വരുന്നോ? ക്ഷണം 2025 ചിലരോട് ദൈവം നേരിട്ട് ചോദിക്കുക, എന്റെ അടുക്കലിരിക്കാൻ വരുന്നോ? നിങ്ങൾ എന്റെ അടുക്കലിരിക്കാൻ വരുന്നോ? ഇരിക്കണമെങ്കിൽ നിന്റെ പ്രാധാന്യം, നിന്റെ അവിടെ എഴുതിയിരിക്കുന്ന വാട്ടോ, ബട്ട് ഓൺലി വൺ തിങ് ഈസ് നെസസറി. ഒരെണ്ണം മാത്രമേ പ്രാധാന്യം ആവശ്യമായിട്ടുള്ളൂ. അത് അവന്റെ കൂടെ ഇരിക്കുക എന്നതാണ്. എനിക്ക് കരയാതെ പ്രസംഗിക്കാൻ വയ്യ. ചർച്ച വരുന്ന ആയിരങ്ങൾ കാണാം, എന്നെ കേൾക്കുന്ന ആയിരങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ നെസസറി എന്തെന്ന് പ്രസംഗിക്കുവാ ഞാൻ. അവന്റെ കൂടെ ഇരിക്കേ. എന്റെ കൂടെ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, ക്യാമറ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾ പണത്തിന് വേണ്ടി ഒന്നും ചെയ്യല്ലേ. നിങ്ങൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദൈവീത് പോകണം. ശുശ്രൂഷിക്കാൻ നിൽക്കരുത്, ഇവിടെ വരരുത്. കാരണം ഇത് അവനുമായിട്ടുള്ള റിലേഷന്റെ സ്ഥലമാണ്. ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നവർ അത് ചെയ്യേണ്ടത് അവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. പണം ലഭിക്കുന്നതിന്റെ വലിപ്പമല്ല, നിനക്ക് കിട്ടുന്ന ശമ്പളമല്ല നിന്നിവിടെ നിർത്തേണ്ടത്. അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാ നിന്നിവിടെ നിർത്തേണ്ടത്. അങ്ങനൊരു വിഷൻ നിനക്കില്ലെങ്കിൽ നീ ചർച്ചിൽ വരരുത്, ഇവിടെ ജോലി ചെയ്യരുത്. ഒരു പ്രയോജനവും നിന്നെ കൊണ്ട് എനിക്കും ഇല്ല, നിന്നെ കൊണ്ട് എൻ്റെ കർത്താവിനും ഇല്ല. Are you following me? എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറയോ. ശിഷ്യന്മാരുടെ കൂടെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവര് തിന്നിട്ട് പോയി. അടുത്തിരിക്കുന്നവരോട് പറ, തിന്നു പോകുന്നൊരു പോട്ടെ, നമുക്ക് വിളമ്പുന്നവരാകാം. വിളമ്പുന്നവർക്ക് മനസ്സിലായുള്ളൂ. ഒന്നെടുത്തപ്പോ അടുത്തത് വരുന്നു, ഒന്നെടുത്തപ്പോ അടുത്തത് വരുന്നു. മിറക്കിളിന്റെ രഹസ്യം അവർക്കേ പിടികിട്ടിയുള്ളൂ. വേറെ ആർക്കും ആ രഹസ്യം പിടികിട്ടിയില്ല. സ്വർഗ്ഗനോട് പറഞ്ഞു, ജോണേ, ഈ വർഷം എൻ്റെ ജനത്തെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നു, എൻ്റെ ജനത്തെ ഞാൻ എന്നോട് അടുപ്പിക്കും. I make closer to them. ഞാൻ കേട്ട ശബ്ദം എനിക്ക് ഡെലിവറി ചെയ്യാൻ വയ്യ, സങ്കടം വരുവാ. എൻ്റെ ജനത്തെ ഞാൻ എന്നോട് അടുപ്പിക്കും. എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ, സാന്നിധ്യത്തോടൊപ്പം നടക്കുന്ന ഒരു ജനറേഷൻ. A generation is rising up. ദൈവത്തോടൊപ്പം നടക്കാൻ ചിലരെ ദൈവം വിളിക്കുന്നു. Are you listening to me? That is called presence lovers. ഒന്ന് കരയണം തോന്നുവോ? മർത്തേ, നിനക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? അവള് പറയും, അവനെ വിട്ടിട്ട് എന്നാ ചെയ്യാനാ? അടുക്കളയിൽ ഒന്നുമില്ല, എനിക്ക് അവന്റെ പാദത്തിലിരുന്നാൽ മതി. ചേഞ്ച് യുവർ ഡിസിഷൻ. നെസസറി ആയത് ഒന്നേ ഉള്ളൂ, അതവന്റെ പാദപീഠമാണ്. ഒന്നേ ആവശ്യമുള്ളൂ, ഒരേ ഒരു കാര്യം മതി, അതവന്റെ സാന്നിധ്യമാണ്.
അത് അവന്റെ കൂടെ ഇരിക്കുന്നതാണ്. അവന്റെ കൂടെ ഇരിക്കുന്നത് മാത്രമാണ്. All things will add to you. സങ്കീർത്തനം പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നെ അറിയുന്നത് കൊണ്ട്, നാമത്തെ അറിയുന്ന ഞാൻ അവനെ ഉയർത്തിപ്പിടിക്കും. ഉയർച്ച ഉണ്ടാകുന്നത് ക്ലോസിനെസ്സിൽ നിന്ന്. നീ നെഞ്ചത്തെടുത്ത് അയ്യോ തരണേന്ന് പറയുന്നോണ്ടല്ല. ജോൺ ഡാരു ബ്രദർ നിന്റെ തലയെ പിടിച്ച് കുലുക്കുന്നോണ്ടല്ല. നീയും അവനുമായിട്ടുള്ള ബന്ധമാ സകല ഉയർച്ചയുടെയും രഹസ്യം. ആരെങ്കിലും അവനെ അടുത്തറിയുന്നുവെങ്കിൽ 2025 പ്രവചനം കേട്ടോ, ഈ വരുന്ന ദിവസങ്ങളിൽ സഭയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാ. അവൻ നിന്നെ മുമ്പിൽ നിർത്തും. അവൻ നിന്നെ മുമ്പിൽ നിർത്തും. ചിലരെ അവൻ എഴുന്നേൽപ്പിച്ചു പിടിക്കും. നിന്റെ വീട്ടിൽ നീ ആർക്കാ പ്രാധാന്യം കൊടുത്തത്? അവന്റെ കൂടെ ഇരുന്നിട്ട് മതി മറ്റെന്തും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും കൂടെ ആവർത്തിക്കാം. അവന്റെ കൂടെ ഇരുന്നിട്ട് മതി ബാക്കിയെല്ലാം എന്ന് പറഞ്ഞിട്ട് അടുക്കള, തുണി കഴുകുന്നത്, വീട് വൃത്തിയാക്കുന്നത്, അതെല്ലാം നീ മാറ്റിവെച്ചിട്ടുണ്ടോ? അതും ചെയ്യണ്ടേ? അതും ആവശ്യമുള്ളതല്ലേ? ഇത് ആവശ്യമുള്ളതല്ലേ? നീ 100 ആവശ്യമുള്ളതല്ലേ എന്ന ചോദ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാ. പക്ഷേ ഒന്നേ ആവശ്യമുള്ളൂ, അതവന്റെ സാന്നിധ്യമാ. അവന്റെ സാന്നിധ്യ. ഒന്ന് കണ്ണുകളടച്ചേ, ഒന്ന് പറ, ഒന്നേ ആവശ്യമുള്ളൂ. ഞാൻ എന്തല്ല സൂത്രം അറിയാം. ഈ ന്യൂ ഇയറിന് ഞാൻ പ്രസംഗിച്ച മെസ്സേജിനേക്കാൾ ഇത് മറ്റൊരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓരോരുത്തരിലേക്കും ചെല്ലട്ടെ. എത്ര പേര് ചെയ്യും? മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അതും ആവശ്യമുള്ളതല്ലേ? അത് ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റും? അതും ആവശ്യമുള്ളതല്ലേ? അടുത്തിരിക്കുന്നവരോട് പറ, അതിനെയൊക്കെ മാറ്റിവെക്കേ. നമുക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കാം, യേശുവിനോടൊപ്പം ഇരിക്കാം, അവന്റെ കാൽക്കലിൽ ഇരിക്കാം, അവന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാം, അവന്റെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കാം. മാർത്ത അവനോട് പറഞ്ഞ മറുപടി അറിയോ നിങ്ങൾക്ക്? മാർത്ത പറഞ്ഞൊരു വാചകം അറിയോ? മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴിഞ്ഞിട്ട് അടുക്കൽ വന്നു. കർത്താവേ, ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അവൾ അധ്വാനിച്ചെന്നേ. അവൾ അധ്വാനിച്ചു. അവൾ വന്നിട്ട് പറയാ, ഞാൻ കുഴഞ്ഞു കർത്താവേ. യേശുവിനെ കൂടെ ഇല്ലാത്ത ജോലി കുഴച്ചിൽ തരും. യേശു കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ജോയ് തരും. യേശു ഇല്ലാത്തത് എന്തും നിനക്ക് കുഴച്ചില്ല. പക്ഷെ യേശു ഉള്ള നിനക്ക് എല്ലാം ജയവാ. കഴിഞ്ഞിട്ട് വന്ന മാർത്തയോട് കർത്താവ് പറഞ്ഞു, നീ ജോലി ചെയ്തു ശരിയാടി, നീ കഷ്ടപ്പെട്ടു ശരിയാ, ഞാൻ നിനക്ക് പ്രതിഫലം തരാന്ന് വാ തുറന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ സങ്കടം മാറിയനെ. ആ ജോലി ചെയ്ത് കുഴഞ്ഞതിനെ ദൈവം മൈൻഡ് ചെയ്തില്ല. പ്രസൻസിനെ മാനിക്കാത്ത ഒരു ജോലിയും അവൻ മാനിക്കത്തില്ല. നീ എന്ത് കഷ്ടപ്പെട്ടു എന്ന് അവിടെ ചെന്ന് പറഞ്ഞാലും അവനത് കേൾക്കത്തില്ല. അതിനാ ലൂക്കോസ് എഴുതി വെച്ചേ, നിന്റെ കഷ്ടപ്പെട്ടു എന്ന ഡയലോഗ് അങ്ങോട്ട് ചെല്ലല്ലേ. അവന്റെ കൂടി ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ കഷ്ടപ്പെട്ടതിന്റെ വാല്യൂ വെളിപ്പെടും. അവന്റെ കൂടെ അല്ലാത്ത കഷ്ടപ്പാടിനെ ദൈവം മൈൻഡ് ചെയ്യില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് കേൾക്കണം നിങ്ങൾ. കഷ്ടപ്പാടിനെ ദൈവം മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ കഷ്ടപ്പെടുന്നു എന്ന്?
ഞാൻ കഷ്ടപ്പെട്ടത് എന്താ ദൈവം കാണാത്തതെന്ന് ആരെങ്കിലും ചോദിക്കുന്നു? സങ്കടത്തോടെ പറയട്ടെ, അവനത് അറിയത്തുപോലുമില്ല. പറ, അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ കഷ്ടപ്പെട്ടത് എന്താ ദൈവമേ നീ കാണാത്തതെന്ന് ആരെങ്കിലും ചോദിക്കുന്നോ? ഇങ്ങനെ ചോദിക്കേ, ഞാൻ കഷ്ടപ്പെട്ടത് എന്താ ദൈവമേ നീ കാണാത്തത്? മൈൻഡ് ചെയ്യത്തോലുമില്ല. അവൻ നോക്കുന്നത് ആരാണ് തൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത്. ജോൺ ദാരു ബ്രദറെ കഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന പാസ്റ്ററാണ് ഞാൻ. ഡൗട്ടേ ഇല്ല എനിക്ക്. ഞങ്ങളും ഞാനും സൂളിയും മക്കൾ രണ്ടുപേരും ഇന്നലെ 4 പേരും കൂടെ ഏകദേശം 1:15 കഴിഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് പോയത്. ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി വിസിറ്റേഷൻസ് ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ റൂമിൽ ചെന്ന് കടന്നിട്ടാ എനിക്ക് ഉറക്കം വന്നില്ല. 3:45 കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് മയങ്ങി. 6 മണിക്ക് എഴുന്നിട്ട് ഞാൻ I know something God want to deliver today. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആർക്കെങ്കിലും വിങ്ങൽ തോന്നിയോ? ആ തോന്നിയവരൊന്ന് കര ഉയർത്തി കാണിച്ചേ. അവരൊന്ന് കര ഉയർത്തി പറ, അപ്പാ എന്റെ പ്രയോറിറ്റി എവിടോ മാറിപ്പോയി. കരഞ്ഞോണ്ട് പറ. കണ്ണുനീര് വരുന്നെങ്കിൽ പറ, യേശുപ്പച്ച എന്റെ പ്രാധാന്യം, ഞാൻ ചിലതിന് കൊടുത്ത പ്രാധാന്യം നിനക്ക് തരേണ്ട പ്രാധാന്യത്തിന് പകരം മറ്റെന്തിനൊക്കെയോ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കർത്താവേ, ഞാൻ തിരിച്ചു വരുവാ. എന്റെ കൂടെ എത്തി വരുന്ന കരമുയർത്തി പറഞ്ഞേ, യേശുവേ നിന്നേക്കാളുപരിയായി മറ്റെവിടെയൊക്കെയോ മറ്റെന്തിനൊക്കെയോ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കർത്താവേ, ഞാൻ നിന്റെ മോനായിട്ട് തിരിച്ചു വരുവാ. പറ പറ. എനിക്കിന്ന് മനസ്സിലായി, ഒന്നിനേ ഉള്ളു പ്രാധാന്യം. ഒന്നിനും മാത്രമേ ഉള്ളൂ പ്രാധാന്യം. only one thing is necessary. അത്യാവശ്യം ഒന്നിനു മാത്രമേ ഉള്ളൂ. ആവശ്യകത ഒന്നിനേ ഉള്ളൂ. അതവന്റെ സാന്നിധ്യമാ. കരമുയർത്തിയിട്ട് പറഞ്ഞേ, സാന്നിധ്യത്തിനായി നന്ദി അപ്പാ. I will walk with you, Lord. I will walk with your presence, Lord. I will walk with you, Lord. ഞാൻ അങ്ങയോടൊപ്പം നടക്കും അപ്പാ. ഞാൻ അങ്ങയോടൊപ്പം നടക്കും അപ്പാ. എനിക്ക് നിന്റെ രഹസ്യങ്ങളെ, നിന്റെ അനുഗ്രഹങ്ങളെ വിളമ്പുന്നയാളാകണം അപ്പാ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ 2025 അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ പാത്രം എന്ന് പറയുന്നത് ജോൺ ദാരുവിൻ്റെയാണ് പറയുന്നത്, സഭയുടെയാണ് പറയുന്നത്, അനേകരെ പോഷിപ്പിക്കുന്ന അനുഗ്രഹപാത്രമാകും. സഭ ഒരു സ്റ്റോർ ഹൗസ് ആകും. ജോൺ ദാരു ഒരു സ്റ്റോർ ഹൗസ് ആകും. നിങ്ങളിൽ ചിലർ ഒരു സ്റ്റോർ ഹൗസ് ആകും. ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്നവർക്കല്ല, വിളമ്പുവാനുണ്ട്, കൊടുക്കുവാനുണ്ട്. അവർക്ക് വാങ്ങാനല്ല, കൊടുക്കാനാ ഉള്ളത്. Are you listening? അവർക്ക് വാങ്ങാനല്ല ഉള്ളതാ, അവർക്ക് കൊടുക്കാനാ ഉള്ളതാ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, അവർ വിളമ്പുന്നവരും ശേഷിപ്പിക്കുന്നതിനെ കരുതുന്നവരുമാകും. പറ, അവർ വിളമ്പുന്നവരും ശേഷിപ്പിക്കുന്നതിനെ കരുതുന്നവരുമാകും. വിളമ്പി ശേഷിപ്പിക്കുന്ന വിധത്തിൽ കൊടുപ്പാൻ ദൈവസഭ എടുക്കുന്നവർക്ക്. സോളി, നമ്മുടെ കുടുംബം അനേകർക്ക് കൊടുത്തിട്ടും ബാക്കിയുണ്ടാകും. കൊടുത്തിട്ടും 12 കൊട്ട കൊടുത്തിട്ട് തീരാത്തൊരു കൊട്ട ചിലരുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. ഞാൻ ഈ വർഷത്തെ ദൂതാ പറയുന്നേ. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുക, ബ്രദർ എന്താ കരയുന്നേ?
എൻ്റെ അകത്തുനിന്നൊരു ബേർഡൻ ഇറങ്ങി പോവുക. സ്വർഗം എന്നോട് ഡയറക്റ്റ് പറഞ്ഞു എന്ന് തോന്നുന്നതാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നേ. എനിക്ക് ഉറപ്പ്, നിങ്ങളെ ദൈവം വിളമ്പുന്ന പാത്രമാക്കി മാറ്റും. ചിലരെ വിളമ്പുകാരാക്കും. സുവിശേഷം വിളമ്പുന്നവർ, സമ്പത്ത് വിളമ്പുന്നവർ, അനുഗ്രഹം വിളമ്പുന്നവർ. Are you believing? ഒന്ന് കർത്താവിന്റെ കരമുയർത്തി പറഞ്ഞേ, നിന്റെ സാന്നിധ്യം മതിയപ്പ. മറ്റൊന്നിനും ഞാൻ പ്രയോറിറ്റി കൊടുക്കില്ലപ്പ. നിങ്ങൾ പറഞ്ഞോ. എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് മുട്ടോളോ അല്ല, അരയോളോ അല്ല, നീന്തിയിട്ടല്ലാത്ത ഒരു നദിക്കകത്തേക്ക് ചിലരെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ സാന്നിധ്യത്തിൽ നീന്താൻ ചിലരെ വിളിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഇവളും തമ്മിൽ വഴക്കൂടിയിട്ടുണ്ടോ? വഴക്കൂടിയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്ന് കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് എല്ലാവരും ഉണ്ടല്ലേ? അത് നമ്മൾ രാത്രി ചെന്ന് കിടക്കാൻ നേരത്തെ ഞാൻ ഇവളാണ് വഴക്കൂടിയെങ്കിലും ഞാൻ വഴക്കൂടിയെങ്കിലും സോളിന്ന് വിളിക്കും. ഞാൻ വഴക്കൂടിയെങ്കിൽ എന്നോടൊന്നും പറയണ്ടെന്ന് ഇവള് പറയും. ആ വഴക്ക് സെറ്റിലാകുന്നവരെ ഉറങ്ങാൻ നോക്കുമോ? എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ വഴക്കൂട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ടില്ല, അടിയൊക്കെ ഉണ്ടാക്കും. ഇവളായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, ഞാനായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പിണങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. ഒരു ശ്വാസം മുട്ടില്ല. കല്യാണം കഴിച്ചവർക്ക് ഇത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ പിണങ്ങിയാലുള്ള വിധേന നിങ്ങൾ ചിന്തിച്ചാലും മതി. കല്യാണം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആഴമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് സഭയെ അതിനോട് ചേർത്ത് വെച്ച കർത്താവ്. മിണ്ടുന്നത് വരെ എന്നെ സങ്കടമാണെന്നറിയോ? എങ്ങനെയെങ്കിലും മിണ്ടണം. മിണ്ടിക്കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തതിനേക്കാൾ ഒരു അടുപ്പം ഉണ്ടാവും. പിന്നെ കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മ കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? ഇനി 2 വർഷമായിട്ട് മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ ഒന്ന് കാണും, തലയിലെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന കുറെണ്ണം ഉണ്ടല്ലോ. അത് നമ്മുടെ ചർച്ചയിൽ ഇല്ലായിരിക്കും. ഈ കുടുംബം കണ്ടിട്ടല്ലേ നിങ്ങൾ വളരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ചിലപ്പോ ഞാൻ ഇവളോട് വർത്താനം പറയുമ്പോൾ ഇവളെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവള് കുറച്ചും കൂടെ പിണങ്ങും ചെറുതായിട്ട്. പിന്നെ ഞാൻ ഇവളോട് ക്ഷമ പറയണം. പോട്ടറി ഞാൻ അറിയാതെ പറഞ്ഞ അടി, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയ അടി. അങ്ങനെയല്ലേ? നിങ്ങളതൊന്നും മിണ്ടാത്തെ? ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ്. ആ ബന്ധത്തെ റിസ്റ്റോർ ചെയ്യാൻ ഞാൻ വേണേൽ കരഞ്ഞെന്ന് വരും. പുരുഷത്വമൊന്നും ഇല്ല. ആ സോളിയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ തെറ്റ് കാരണോ. പക്ഷേ ബന്ധം റിസ്റ്റോർ ചെയ്യുകയാണ് പ്രാധാന്യം. എന്നോട് സ്വർഗ്ഗം ഒരു ചോദ്യം ചോദിച്ചു. നീ സഭയോട് ചോദിക്കണം, പിണങ്ങിയിരിക്കുന്ന ഒരാളോട് എങ്ങനെയാണോ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ചതിലേക്ക് കടക്കുന്നത്, അതുപോലെ അവരെൻ്റെ സാന്നിധ്യത്തെ പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നാളെ ആകട്ടെ എന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ മാറ്റിവെച്ചില്ല. കാരണം ഇവളെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി. എന്നാൽ നാളെ ആകട്ടെ എന്ന് മാറ്റിവെച്ച ഏക റിലേഷൻ, മുറിവേറ്റ ഏക വ്യക്തി അതെൻ്റെ അപ്പച്ചനാണ്. നാളെ ആകട്ടെ എന്ന് മാറ്റിവെച്ച് മുറിവേൽപ്പിക്കുകയല്ലാതെ ഞാൻ ഇതുവരെ പലപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇവൾ എൻ്റെ അടുക്കൽ ചേരുന്നത് പോലെ ഇമ്പോർട്ടൻസ് കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല എങ്കിൽ സ്വർഗം നിങ്ങളെ മടക്കി വിളിക്കുക. കം ബാക്ക്, തിരിച്ചു വിളിക്കുക.
ഒരു ദിവസം പോലും ഞാനും എൻ്റെ സോളിയും പിണങ്ങി ഉറങ്ങിയിട്ടില്ല. നിങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ. ആ സാന്നിധ്യമായിട്ടല്ലാതെ ഉറങ്ങരുത്, അവനുമായിട്ടല്ലാതെ നടക്കരുത്. എന്താ ആമേൻ പറയാത്തെ? അതുകൊണ്ടാ ഹോശേയാവ് പറഞ്ഞ് ഒരു 5 മിനിറ്റും കൂടി ഇരുന്നേ, അതും കൂടെ വായിച്ചിട്ട് നിങ്ങളെ വിടാം. അതുകൊണ്ടാ ഹോശേയ പ്രവചനം 14:4 പറഞ്ഞത്. 14:4 ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എല്ലാവരും പറഞ്ഞേ, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഈ ചികിത്സിക്കുക, എല്ലാവരും പറഞ്ഞേ, ചികിത്സിക്കുക. ചികിത്സിക്കുന്നത് രോഗത്തെയല്ലേ? നിങ്ങൾ ആരെങ്കിലും രോഗം വരണമെന്ന് ചിന്തിക്കുന്നവരാണോ? അതോ രോഗം നിങ്ങളെ ഒന്ന് പറ്റുകയാണോ ചെയ്യുന്നത്? രോഗം നമ്മളെ ഒന്ന് പറ്റുകയാണ്, രോഗം നമ്മളെ ഒന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രോഗം പിടിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗം വന്നു എന്ന് പറയുന്നത്. യേശു പറയുവാ, നിങ്ങളെ ഞാൻ ചികിത്സിക്കാമെന്ന്. നിങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ തെറ്റിപ്പോയെന്നാ. പക്ഷെ ദൈവം കാണുന്നത് നിങ്ങൾ തെറ്റിപ്പോയെന്നല്ല, നിങ്ങളെ ആരോ ഒന്ന് പിടിച്ചു, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാന്ന്. ഓ വാട്ട് എ ലവിങ് ഗോഡ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കും, ഒരു ആമേൻ പറ. നിങ്ങളെ ആരോ വന്ന് നിങ്ങളെ രോഗിയാക്കിയ ആരോ ഒരാളുണ്ട്, അയാളിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. യേശു അതുകൊണ്ടാ പറഞ്ഞ്, രോഗിക്കല്ലാതെ വൈദ്യന്റെ ആവശ്യമില്ല. ആരാ രോഗിയെന്ന് അവിടെ പറഞ്ഞത് പാപിയായ മനുഷ്യനെയാ. അവന്റെ കൂടെ യേശു ഇരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? യേശു അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ പറയും, ദൈവ സാന്നിധ്യം പാപിയോട് കൂടെ. എല്ലാവരും പറഞ്ഞേ, ദൈവ സാന്നിധ്യം. സാന്നിധ്യം ഏതെങ്കിലും പാപിയുടെ കൂടെ ചെന്നാൽ ആ പാപി ദൈവമായി മാറും, അല്ലെങ്കിൽ പാപി ദൈവമുള്ള ആളായി മാറും. അതിനെയാ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ, ഞാൻ എൻ്റെ കോപം വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ ഔദാര്യമായി സ്നേഹിക്കും. ഔദാര്യമായി എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഫ്രീലിയാണ് എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥയും കൂടാതെ, ഫ്രീ, ഒരു വ്യവസ്ഥയും കൂടാതെ ഞാൻ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ സ്നേഹിച്ച് നിന്റെ പിന്മാറ്റത്തെ, നിനക്ക് വന്നു ചേർന്ന സകലത്തെയും നിന്നിൽ നിന്നും മാറ്റി ഞാൻ പുതുതാക്കി തീർക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പകൽ ചിലരുടെ ചികിത്സ നടക്കുകയാ, ചിലരെ ദൈവം രക്ഷിക്കുകയാ, ചിലരുടെ പിന്മാറ്റത്തെ ദൈവം സൗഖ്യമാക്കുകയാ. നിങ്ങൾ എന്റെ കൂടെ എത്തിയോ? ചികിത്സിക്കുകയാ. ആരെങ്കിലും ആ ചികിത്സ അനുഭവിച്ചുവെങ്കിൽ അടുത്ത വാചകം, അവർക്ക് ഞാനൊരു മഞ്ഞായി മാറുമെന്നാണ്. മഞ്ഞിന്റെ പ്രത്യേകത അറിയാവോ? അത് ഏതിൻ്റെ മുകളിലാണോ വീഴുന്നത് അതിനെ പിന്നീട് കാണത്തില്ല, പിന്നെ കാണുന്നത് മഞ്ഞിനെ മാത്രമായിരിക്കും. മഞ്ഞു മൂടുവെന്ന, ചിലരെ മഞ്ഞു മൂടുവെന്ന, സഭയെ മഞ്ഞു മൂടുവെന്ന. ഓ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കൂ, ആമേൻ പറ. ചിലതിനെ മൂടിക്കളയുമെന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപത്തെ മാറ്റിയിട്ട് മഞ്ഞിന്റെ സ്വരൂപത്തെ കൊണ്ടുവരുമെന്ന്. ആർക്കും അതിനെ ഇനി പഴയതുപോലെ കാണാൻ പറ്റില്ല എന്ന്. അതിന് പകരം കാണുന്നവർ മഞ്ഞ് മാത്രം കാണുമെന്ന്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. സഭയോട്, കുടുംബങ്ങളോട്, നിന്നോടുള്ള ദൂത, നിന്നെ ഇനി ലോകം കാണത്തില്ല, പകരം നിന്റെ മുകളിൽ കിടക്കുന്ന മഞ്ഞിനെ കാണാൻ പോകുന്നു. ഒരു സീസൺ എഴുന്നേൽക്കുന്നു, മഞ്ഞ് മാത്രം കാണുന്ന സീസൺ. ഈ ദൂതൻ എന്നോട് സംസാരിച്ചപ്പോൾ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ജോണേ, അല്പനാള് കഴിഞ്ഞ് നിന്നെ ആരും കാണത്തില്ല, ആ കാണുന്നത് എന്നെ ആയിരിക്കും. നീ കാണത്തില്ല, ഞാൻ കാണും. നിന്നെ കാണത്തില്ല, എന്നെ കാണും. ഇതാ അതിലേക്ക് ചിലരെ ദൈവം വിളിക്കുകയാ, മഞ്ഞു മൂടുവാൻ. ആരെങ്കിലും തന്റെ പിന്മാറ്റത്തെ ചികിത്സിക്കുവാൻ
എൻ്റെ അപ്പച്ചനൊരു അവസരം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ആ സാന്നിധ്യമായിരിക്കുവാൻ ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ ഏൽപ്പിച്ചാൽ അവരോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ കാണാതെ വണ്ണം ഞാൻ മഞ്ഞിനാൽ മൂടിക്കളയും. ഇനി നീ കാണുകയില്ല, ഇനി നീ കാണുകയില്ല, നിന്നെ മഞ്ഞിനാൽ ഞാൻ മൂടിക്കളയും. മഞ്ഞിന്റെ പ്രത്യേകത അത് അനേകരെ തണുപ്പിക്കുന്നതാ. മഞ്ഞിന്റെ പ്രത്യേകത, മഞ്ഞിന് മാത്രമാണ് തൂവെള്ള നിറമുള്ളത്. മഞ്ഞിന്റെ പ്രത്യേകത അത് അനേകരെ സ്പർശിക്കാൻ കഴിയുന്നതാണ്. നീ അടുക്കൽ ചെന്നാൽ ആ അടുത്ത് നിൽക്കുന്നയാൾക്ക് ആ ശരീരത്തിലെ തൻ്റെ തണുപ്പറിയാം. നിന്നെ അനേകരെ തണുപ്പിക്കാനായി പ്രയോജനപ്പെടുത്തും. നിന്നെ അനേകരെ സ്പർശിക്കാനായി ഉപയോഗിക്കും. നിന്നെ അനേകരെ വിശുദ്ധനെന്ന് വിളിക്കാൻ കാര്യമാക്കും. ഇത് സഭയോടുള്ള ദൂത. സഭയെ ജീസസ് വേൾഡ് മഞ്ഞ് മൂടുന്നു, മഞ്ഞിനാൽ മൂടുന്നു, മഞ്ഞിനാൽ മൂടുന്നു, മഞ്ഞിനാൽ മൂടുന്നു. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് അറിയോ? അവർ താമര പോലെ പൂക്കും. നിന്റെ സൗന്ദര്യം അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കാണും. ജോൺ ദാരുവേ, തിരുവനന്തപുരത്ത് അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടുത്തെ താമരയെ കാണും, ഇവിടുത്തെ ലില്ലിയെ കാണും. സൗന്ദര്യം കാണും, സൗന്ദര്യം കാണും, മനോഹാരിത കാണും, നിന്റെ ശാരീരിക സൗന്ദര്യം കാണും, ആത്മീയ സൗന്ദര്യം കാണും. നിന്നെ ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്നു. ജീസസ് വേൾഡ് ലോകം നിന്നെ നോക്കാൻ പോകുന്നു. ഒന്നും കൂടെ പറയുവോ? ജീസസ് വേൾഡ് ലോകം നിന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു. മഞ്ഞ് കൊണ്ട് നീ അറിയപ്പെടും, സൗന്ദര്യം കൊണ്ട് നീ അറിയപ്പെടും. ലെബനോനിലെ ദേവദാരുകൾ, അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ആഴത്തിൽ വേരൂന്നുകൊണ്ട് അതിനെ ഒരു കാറ്റിന് മുലയ്ക്കാൻ പറ്റത്തില്ല. മഞ്ഞിനാൽ നീ അറിയപ്പെടും, സൗന്ദര്യത്താൽ നീ അറിയപ്പെടും, നിന്റെ ആരോഗ്യത്താൽ നീ അറിയപ്പെടും. ഒരു കാറ്റിന് മുലയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ആളുകൾ പറയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തളർന്നോന്ന് എനിക്ക് അറിയത്തില്ല. കൂടുള്ളവർ തുള്ളിച്ചാടിയിട്ട് പറ, മഞ്ഞിന്റെ കാലം വരുന്നു, വന്നിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ കാലം വന്നിരിക്കുന്നു, ആരോഗ്യത്തിന്റെ കാലം വന്നിരിക്കുന്നു. കൈകളടിച്ചതിന് റിസീവ് ചെയ്യേ. മഞ്ഞിന്റെ കാലം വന്നിരിക്കുന്നു, സൗന്ദര്യത്തിന്റെ കാലം വന്നിരിക്കുന്നു, ആരോഗ്യത്തിന്റെ കാലം വന്നിരിക്കുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? അടുത്ത വാചകം പറയുവോ? അവന്റെ നിഴലിൽ പാർക്കുന്നവർ ധ്യാനം വർദ്ധിപ്പിക്കും. And English version വായിക്കുക once again, my people will live in safety of my shade. Hallelujah. അടുത്ത ട്രാൻസ്ലേഷൻ, that and they will dwell under the shade shall return, they shall revive. Revive എന്ന് ശ്രദ്ധിക്കുക. revive എന്ന് പറഞ്ഞാൽ അവർ ചൈതന്യത്തിലേക്ക് മടങ്ങി വരും. പിന്മാറ്റത്തിലെ ചികിത്സ മാത്രമല്ല സ്വർഗം പറഞ്ഞതോ, അവരെ വീണ്ടും ചൈതന്യത്തിലേക്ക് കൊണ്ടുവരും. ജീസസ് വേൾഡ് ലോകരാജ്യങ്ങളിൽ എന്നെ കാണുന്നവരെ, കത്തോലിക്ക, മർത്തോമ, യാക്കോബ, ഇവാഞ്ചലിക്കൽ, ഓർത്തഡോക്സ്, ബന്ധക്കോസ്, ഈ എല്ലാ സഭകളിലും ഒരു ചൈതന്യം വരാൻ പോകുന്നു. സഭകൾ മുഴുവൻ ചൈതന്യം അനുഭവിക്കാൻ പോകുന്നു. കൊറോണ വരുത്തിയ വേദനയല്ല, അതിമനോഹരമായ ചൈതന്യം. ലബനോനിലെ താമര പോലെ, ലബനോനിലെ വേദാരുക്കൾ പോലെ, മഞ്ഞുമൂടിയ മലകൾ പോലെ. Come on, ചൈതന്യം വരുന്നു. ഹല്ലേലൂയ. ഈ ചൈതന്യം എന്ന വാക്ക് വേറെ ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണെന്നറിയാവോ? ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവനവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകാനുള്ള പോകുവാനുള്ള ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അപ്പന് ചൈതന്യം വന്നു. അപ്പനെ എന്നാ വന്നു? ചൈതന്യം വന്നു. പറയട്ടെ ഒരു വാക്ക്, നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ആരുടെ വാക്ക് കേട്ടപ്പോഴാ ഇസ്രായേലിന് ചൈതന്യം വന്ന്? തൻ്റെ മോന്റെ വാക്കുകൾ കേട്ടപ്പോ. കുറച്ചും കൂടെ കയറി പറയട്ടെ. താൻ കൊടുത്തയച്ച രഥങ്ങളിലൂടെ തൻ്റെ സ്നേഹം അറിഞ്ഞപ്പോ. ആരായി മോനെന്നറിയാവോ? ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട മകനെന്ന് വിളിക്കപ്പെടുന്നത്. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ആ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ചൈതന്യം തിരിച്ചു വരും.
ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ടാൽ ചൈതന്യം തിരിച്ചു വരും. നഷ്ടപ്പെട്ടു പോയവരെ ഇതാ ഒരു പുതിയ ചൈതന്യം വരുന്നു. Receive, receive, receive. ചൈതന്യം വരുന്നു, ചൈതന്യം വരുന്നു. സഭ ഞാൻ പ്രസംഗിക്കുന്നതായി കാണല്ലേ, ഞാൻ പഠിപ്പിക്കുന്നതായി കാണല്ലേ, ഞാൻ പ്രവചിക്കുകയാണ്. അല്ല, കുറച്ചും കൂടെ കയറി പറയാം, ഇതിപ്പോൾ സംഭവിക്കുകയാണ്. സഭയിൽ ചൈതന്യം വരുന്നു, വാക്കുകളാൽ ചൈതന്യം വരുന്നു. രഥം കണ്ടു, എന്റെ കൂടെ ഉണ്ടോ? വാക്കുകളാൽ ചൈതന്യം വരുന്നു. എന്തായിരുന്നു ജോസഫിന്റെ വാക്കുകൾ? മിസ്രയീമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അറിയിക്കണം. മിസ്രയീമിൽ അവർ കണ്ടത് മുഴുവൻ അറിയിച്ചതായിരുന്നു അവർ കേട്ട വാർത്ത. എൻ്റെ കൂടെ ഉണ്ടോ? എന്താ മിസ്രയീമിലെ കണ്ടത്? അവൻ വാഴുന്നത് കണ്ടു. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. രണ്ടാമത് എന്താ കണ്ടത്? മിസ്രയീമിലെ മഹത്വമുള്ള ധനം കണ്ടു. മിസ്രയീമിന്റെ സമ്പത്തിന്റെ ഉയർച്ച കണ്ടു. മിസ്രയീമിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ധ്യാനം ഒരുക്കി വെച്ചിരിക്കുന്ന കരുതൽ കണ്ടു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ക്ഷാമത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്റ്റോർ ഹൗസുകൾ കണ്ടു. എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാവോ? പറയട്ടെ, ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറയാവോ? ചിലർക്ക് സ്റ്റോർ ഹൗസുകൾ വെളിപ്പെട്ടു വരും. ചിലർക്ക് മിസ്രയീം ഒരുക്കി വെച്ചിരിക്കുന്നു വെളിപ്പെട്ടു വരും. ചിലർക്കല്ല. ജീസസ് വേൾഡ് ആര് വിശ്വസിക്കുന്നു അവർക്കത് വെളിപ്പെട്ടു വരും. മിസ്രയീമിന്റെ മഹത്വം അന്ന് ഫറവോൻ ചെയ്തു വെച്ച ഈജിപ്തിലെ മമ്മികൾക്ക് നമ്മൾ എന്ത് വിളിക്കും? പിരമിഡുകൾ എന്ന് വിളിക്കും. അത് ഇപ്പോഴും ഇസ്രായേലിലെ മഹാത്ഭുതങ്ങളാണ്. അത് അവന്റെ പണത്തിന്റെ മഹത്വമാണ്. ഇതുവരെയും അതിനെ ബീറ്റ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. സ്വർഗം പറയുക, അത് നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന. മിസ്രയീമ്യരുടെ ജ്ഞാനവും, ഞാൻ ആ വാചകം ഉപയോഗിക്കുക, മിസ്രയീമ്യരുടെ ജ്ഞാനവും സമ്പത്തും ഇതാ നിന്റെ കാൽക്കീഴിൽ ദൈവം നിനക്ക് തരും. മിസ്രയീമിന്റെ സമ്പത്തും ജ്ഞാനവും നിന്റെ കാൽക്കീഴിൽ ദൈവം തരും. ഇത് നിന്നോടുള്ള പ്രവചനമാണ്. ഇത് 2025 മഹത്വമുള്ളത് കാണാൻ പോകുന്നു. മഹത്വമുള്ളത് കാണാൻ പോകുന്നു. രഥങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ മുകളിലോട്ട് വായിച്ചാൽ അറിയാം, ഇസ്രായേലിന് കയറാൻ ഒരു രഥം, അവന്റെ കുഞ്ഞുകുട്ടികൾക്ക് കയറാൻ ഒരു രഥം എന്ന് പറഞ്ഞാൽ അവന്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രഥം അയച്ചിട്ടാണ് ജോസഫ് ആളെ വിട്ടത്. നിന്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടതുകൂടെ ഇതാ റിസ്റ്റോർ ചെയ്യപ്പെടുന്നു, റിസ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇസ്രായേലേ, നീ യാത്ര ചെയ്ത വാഹനമേതാ? കഴുതയാണ് വാഹനം. ഇപ്പോൾ നീ കേറാൻ പോകുന്ന വാഹനം ഏതാ? അവൻ പറയും രാജകീയ വാഹനം. കഴുതയിൽ നിന്ന് രഥത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ. വേണ്ടവർക്ക് ആമേൻ പറയാം. കഴുതയിൽ നിന്ന് രഥത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ. ചെറിയ വാഹനങ്ങളിൽ നിന്ന് ഉയർന്നതിലേക്ക് ഒരു ട്രാൻസ്ഫർ. ജോസഫ് എവിടെയാ താമസിച്ചേ? ഒരു ചെറിയ വീട്ടിൽ. ഇപ്പൊ എവിടെയാ താമസിക്കാൻ പോകുന്നത്? കൊട്ടാരത്തിനകത്ത്. ഒരു ട്രാൻസ്ഫർ. ഏത് ദേശത്തേക്കാ പോകുന്നത്? തന്റെ മൃഗങ്ങൾക്ക് വേണ്ടത് മുഴുവനുള്ളത്, സമ്പൽ സമൃദ്ധിയുടെ രാജ്യം. അവിടേക്കാണ് നീ പോകുന്നത്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടോ? ചൈതന്യം വന്നപ്പോൾ കണ്ടതാണ്. ചൈതന്യം വീണ്ടെടുക്കുന്നവർക്കായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഒരു ദൂത് കൂടെ. ബൈബിളിൽ പറയുന്നു, ക്രിസ്തു യേശു കാൽവറിയിൽ മരിച്ചു. ആ മരണം പ്രസംഗിക്കുന്നിടത്ത് ഉണർവ് നടക്കും. പാപബോധം കൊണ്ട് ഉണർവ് നടക്കും. പിന്നീട് നടന്ന ഉണർവ്
യേശു ഉയർത്തെഴുന്നേറ്റു. അത് ശക്തിയുടെ ഉണർവായിരുന്നു. ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ച ഇടങ്ങളിൽ ഉണർവ് നടന്നു. ആദ്യത്തെ പ്രസംഗങ്ങൾ കാൽവറിയിലെ ക്രൂശായിരുന്നു. ആ ക്രൂശ് നിമിത്തം ഉണർവ് നടന്നു. രണ്ടാമത്തെ പ്രസംഗങ്ങൾ കാൽവറിയിലെ ഉയർപ്പായിരുന്നു. അവിടെയും ഉണർവ് നടന്നു. പക്ഷേ മൂന്നാമത്തെ ഉണർവ് എവിടെയാണെന്നറിയോ? അവൻ വാഴുന്നു. യേശു വാഴുന്നു. ഇത് ബൈബിളിലുണ്ടോ? 52 അധ്യായം 7 വാക്യം. യെശയ്യാവ് സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം! ശ്രദ്ധിച്ചോണേ. സമാധാനം, നന്മ, രക്ഷ. ആദ്യത്തെ 3 സ്ഥലങ്ങളാണ്. സമാധാനം, നന്മ, രക്ഷ. അടുത്ത വലം പറയുക, ദൈവം വാഴുന്നു. നാലാമത് വരുന്നത് വാഴ്ചയാണ്. സഭ. ദൈവം വാഴുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? ഹല്ലേലൂയ. ഹേരോദാവ് ഒരു ദൂതന്റെ അടി കൊണ്ട് ക്രമിക്കിരയായി. സഭയ്ക്കകത്ത് ഭയം വന്നു. അനന്യാസ് കള്ളം പറഞ്ഞതേ ഉള്ളൂ, മരിച്ചു വീണു. സഭയ്ക്കകത്ത് ഭയം വന്നു. സ്ലേവയുടെ പുത്രന്മാർ ഭൂതത്തെ കയറി പിടിച്ചു. അവനെ തുണി ഉരിഞ്ഞ് അന്നാനാവിശേഷമാക്കി നാട്ടിലൂടെ ഓടിച്ചു. വിവരം അറിഞ്ഞു. എൻ്റെ യേശുവിൻ്റെ നാമം പറഞ്ഞ ചിലരോട്, യേശുവിൻ്റെ നാമത്തെ ദുഷിച്ച ചിലരോട്, സ്ലേവയുടെ മക്കളോട് ദൈവം തുണി ഉരിഞ്ഞ് അവനെ നാനാവിധമാക്കിയെങ്കിൽ അതിന്റെ പേരാണ് വാഴുക. വാഴുക. പ്രിയരെ, ഈ 2025 ഞാൻ വിളിച്ചു പറയുന്നു, ശ്രദ്ധിക്കേ. ദൈവം വാഴുന്നു എന്ന് ഈ 25 തീരുന്നതിനേക്കാൾ മുമ്പ് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അറിയും. യേശു വാഴുന്നു. നീതിമാനായ ഒരുവൻ വാഴുന്നു. എന്റെ ദൈവം വാഴുന്നു. He is reigning. He is ruling. He is reign. സമാധാനം മാത്രമല്ല സുവിശേഷമായിരുന്നത്, രക്ഷ മാത്രമല്ല സുവിശേഷമായിരുന്നത്, നന്മ മാത്രമല്ല സുവിശേഷമായിരുന്നത്. അടുത്തത് വാഴുക എന്നതും സുവിശേഷമാണ്. എൻ്റെ ദൈവം തിരുവനന്തപുരത്ത് വാഴും, എറണാകുളത്ത് വാഴും, ഈ പട്ടണങ്ങളിൽ വാഴും, കേരളത്തിൽ വാഴും, ഇന്ത്യയിൽ വാഴും. വാഴുന്നവനെ സഭ എന്നോടൊപ്പം പറയണം, കർത്താവേ, ജീസസ് വേൾഡിൽ യേശുവേ അങ്ങ് വാഴാൻ. ആ കൈകളടിച്ചതിനെ റിസീവ് ചെയ്തേ. We agree, Lord. നിനക്ക് വാഴാം, നിനക്ക് വാഴാം. ഞാനിന്ന് ന്യൂ ഇയറിന്റെ മെസ്സേജ് തുടങ്ങി വെക്കുക. 2 വാക്യം ഞാൻ വായിച്ചുള്ളൂ, അറിയാം നിങ്ങൾക്ക്. ബാക്കി എൻ്റെ ഇടയിലുള്ള ഫുൾഫില്ലിംഗ് പോയി, അത് വാക്യം വായിച്ചാൽ തീർന്നു പോകും. അടുത്ത ആഴ്ചയും കൂടെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ പ്രവചിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പ്രവചിക്കുക എന്ന് പറയുന്നത് പ്രസൻസും ദൈവവും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ അവനോടൊപ്പം നടക്കാൻ പോകുകയാ. എന്താ നിങ്ങൾ കൈയടിക്കാതെ? My Lord is reigning. My Lord is ruling. സഭയോട് നമ്മുടെ ദൈവം എവിടെ എന്ന്, നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ലോകം ചോദിക്കുന്നിടത്ത് നമ്മൾ പറയാൻ പോകുന്നത് അവൻ വാഴുന്നു. കാണ്, അവൻ വാഴുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, കാണ്, അവൻ വാഴുന്നു. ജോസഫ് കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞു, സമാധാനത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിന്റെ അടുത്തിൽ ഒരു ജോലിക്കാരനായി ജീവിക്കുന്നു എന്ന് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേലിന് ചൈതന്യമൊന്നും വരത്തില്ല. ചൈതന്യം വന്നത് അവൻ വാഴുന്നത് കേട്ടപ്പോഴാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് സ്വർഗത്തിൽ പോകാ. വാഴുന്നവനെ കാണാതെ 2025 ക്രോസ് ചെയ്യത്തില്ല. We will see who is my ruler.
the ruler Jesus. We will meet. Oh, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പേഴ്സണലായ എന്തെങ്കിലും സങ്കടങ്ങളോ വേദനകളോ ഉള്ളവർ ആ വലത്തെ കരങ്ങളും ഉയർത്തിയിട്ട് പറ, കർത്താവേ നീ ഞങ്ങളോട് പറഞ്ഞു മഞ്ഞു മൂടിക്കിടക്കും, നീ ഞങ്ങളോട് പറഞ്ഞു താമര പോലെ പൂത്തുലയും. കർത്താവേ നീ ഞങ്ങളോട് പറഞ്ഞു ലെബനോൻ പോലെ വേരൂന്നും. കർത്താവേ നീ ഞങ്ങളോട് പറഞ്ഞു നീ വാഴാൻ പോകുകയാണ്. ഇത് ഞങ്ങളുടെ ലൈഫിൽ ഈ പകൽ മുതൽ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വൈകുന്നേരം ഞാൻ ഉറങ്ങണേക്കാൾ മുമ്പ് ചിലത് ഞാൻ വിശ്വസിക്കുന്നു. It is going to happen. Thank you, Jesus. Thank you, Jesus. Not tomorrow, Lord. Today itself we want to see, Lord. ഇന്ന് കാണണം അപ്പാ, ഇപ്പൊ കാണണം അപ്പാ. കൈയടിക്കേ ആമീൻ പറ. ഇന്ന് കാണണം അപ്പാ, പറ. അവൻ വരാൻ താമസിക്കുകയില്ലെന്നല്ല, അവൻ വന്നിരിക്കുകയാണ്, അവൻ വാഴുകയാണ്. Come on, ആരാധിക്കേ, യേശുവിനെ ആരാധിക്കേ, ദൈവശക്തി അനുഭവിക്കേ. വാഴുകയാണ് അവൻ. വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒന്നുകൂടെ പറ, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒരിക്കൽ കൂടെ, വാഴുന്നേ വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒരിക്കൽ കൂടെ, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒരിക്കൽ കൂടെ, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. വാഴുന്നേ വാഴുന്നേ പറ, വാഴുന്നേ 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 പറ, വാഴുന്നേ 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 പറ, വാഴുന്നേ 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 എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. വാഴുന്നേ 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 വാഴുന്നേ. Come on, വാഴുന്നേ 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 വാഴുന്നേ. സകല സൈന്യാധിപൻ രാജാതിരാജാവ് ആയവൻ പറ, സകല സൈന്യാധിപൻ രാജാതിരാജാവ് ആയവൻ. ഒരിക്കൽ കൂടെ, സകല സൈന്യാധിപൻ രാജാതിരാജാവ് ആയവൻ. ഒരിക്കൽ കൂടെ, സകല സൈന്യാധിപൻ രാജാതിരാജാവ്. സകലത്തെയും തൻ്റെ വചനത്താൽ സൂക്ഷിക്കുന്നവൻ, സകലത്തെയും തൻ്റെ വചനത്താൽ സൂക്ഷിക്കുന്നു, സകലത്തെയും തൻ്റെ വചനത്താൽ സൂക്ഷിക്കുന്നു,
സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ, സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു. സൂക്ഷിക്കുന്നു. സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു. വാഴുന്നേ, 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 യേശു വാഴുന്നേ. എങ്ങനെ വഴി? വാഴുന്നു എന്നേശു, വാഴുന്നു എന്നേശു. ഒരിക്കൽ കൂടെ, വാഴുന്നു എന്നേശു, വാഴുന്നു എന്നേശു. ഓ വാഴുന്നേ, 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 ഓ വാഴുന്നേ, 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 വാഴുന്നേ. വാഴുന്നു എന്നേശു, വാഴുന്നു എന്നേശു, വാഴുന്നു എന്നേശു, വാഴുന്നു എന്നേശു, വാഴുന്നേ എന്നേശു, വാഴുന്നേ എന്നേശു, വാഴുന്നേ എന്നേശു, വാഴുന്നേ എന്നേശു. ഞാൻ നിങ്ങളെ നോക്കുമ്പോഴേ നിങ്ങളുടെ പലരുടെയും മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന എനിക്ക് കാണാം. നിങ്ങളുടെ തലയിൽ ചിലരുടെ കിരീടങ്ങൾ ഇരിക്കുന്നത് കാണാം. ചിലരുടെ കൈകളിൽ അധികാരത്തിന്റെ വാള് കാണാം. ചില ആളുകളെ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങൾ നഷ്ടമായ കരടിയെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗംഭീരമായി നിൽക്കുന്നത് കാണാം. ചിലർ വാശിയോടെ എഴുന്നേൽക്കുന്നത് കാണാം. ഇതുവരെ തോറ്റുപോയടുത്തുനിന്ന് എഴുന്നേൽക്കുന്നു. ഇതുവരെ തകർന്നു പോയടുത്ത് എഴുന്നേൽക്കുന്നു. വാഴുന്നവൻ നിന്റെ കൂടെ. ഓ വാഴുന്നേ, 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 വാഴുന്നേ. ആമേൻ. നിങ്ങൾ അല്പം താമസിച്ചെന്ന് എനിക്കും അറിയാം. ഞാൻ സോളിയോട് പറഞ്ഞു, സോളി എനിക്കിന്ന് ഇവരോട് പ്രസംഗിക്കണം, നീ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞാൽ വന്നേ. അവൾ പ്രസംഗിക്കാൻ സമയമില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സമയത്തെത്തി. ദൈവം എന്തോ ഇന്ന് പകൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഞാൻ നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങളിൽ പലരും സൗഖ്യമാവുന്ന കണ്ടു. എനിക്ക് ദൂത് പറയണമെന്ന് ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ദൂത് പറയുന്ന എൻ്റെ പ്രസംഗം വെള്ളത്തിലായി പോവും. പിന്നെ ആ വഴിക്ക് ഞാൻ തിരിഞ്ഞു പോവും. എനിക്കിത് ഇറക്കി വെച്ചോളം വയ്യാതെയായിരുന്നു ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഏറ്റവും സങ്കടമുള്ള ആൾ ഞാനായിരുന്നു. പലരും പറഞ്ഞു ബ്രദറിൻ്റെ ഡ്രസ്സ് കൊള്ളായിരുന്നു. എനിക്ക് അവരെ പിടിച്ച് 2 ഇടി കൊടുക്കണം തോന്നി. നല്ലതായിരുന്നു ഡ്രസ്സ്. പക്ഷേ കർത്താവ് തന്നത് പറയാൻ കഴിയുന്നത് അതിനേക്കാൾ നല്ലത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഒരുങ്ങി കെട്ടുന്നതിലാണോ പ്രാധാന്യം? നമ്മളോട് കർത്താവ് പറഞ്ഞതെല്ലാം കൂടി പങ്കുവെക്കുക എന്ന് പറയുന്നത് എന്നാ സുഖമാണെന്നറിയോ, എന്നാ ധൈര്യമാണെന്നറിയോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കുഞ്ഞുങ്ങൾ നഷ്ടമായി പോയ കരടിയെ പോലെ ചിലരെ ആക്രോശത്തോടെ എഴുന്നേറ്റ് വരാൻ പോകുന്നു. ചിലർ പുതിയ വസ്ത്രങ്ങളിൽ സഞ്ചരിക്കാൻ പോകുന്നു. ചിലർ ഇന്നു മുതൽ ദൈവമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരാൻ പോകുന്നു. ഡയറി വാങ്ങിയിട്ടില്ലാത്തവർ വാങ്ങണം. എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ ബൈബിൾ വായിക്കാനായിട്ട് ഇരിക്കണം, എഴുതണം, ബൈബിളിലെ വാക്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ലൈഫ് മാറുന്നത് കാണാൻ സ്വർഗം കാത്തിരിക്കുന്നു.